മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നമുക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് അവസരമുണ്ടാക്കിയത്. ദൈവം നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ച് ഈ പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രഭാതത്തിൽ സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. മനോഹരമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രമിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക് ഇടയാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വായിച്ച് പലരും അവരുടെ പഴയ ജീവിതങ്ങളെ ഉപേക്ഷിക്കുന്നതിനും പുതിയ നന്മ നിറഞ്ഞ മനുഷ്യനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായ അനുയോജ്യമായ വചനങ്ങൾ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. ആത്മീയമായ അഭിഷേകം ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മ കൃപ നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഇടയാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് തീക്ഷ്ണമായിട്ടും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൻ്റെ പേരിൽ വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും കഴിയുന്ന നമ്മുടെ എല്ലാ സഹോദരീ സഹോദരങ്ങളെയും ദൈവസമക്ഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവത്തിൻ്റെ സമ്മാനമായ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ദിവസം നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ
ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമീൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, 1997 സാഹിത്യത്തിനുള്ള പുലിസ്റ്റർ സമ്മാനം നേടിയ ആളായിരുന്നു സ്റ്റീഫൻ മിൽഹൗസൻ. അദ്ദേഹം കോളേജിൽ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ധാരാളം ചെറുകഥകളും നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറുകഥയാണ് മിറക്കിൾ പോളിഷ്. ഈ മിറക്കിൾ പോളിഷ് എന്ന ചെറുകഥയിലെ കഥാനായകൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻവശത്തുള്ള ഡോറിൽ വന്ന് ഒരു പോളിഷ് വിൽപ്പനക്കാരൻ മുട്ടി. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം പോളിഷ് വിൽക്കാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഈ പോളിഷ് ആവശ്യമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ആ പോളിഷ് വാങ്ങിച്ചു വെച്ചു. കണ്ണാടിയിൽ തൂത്ത് വൃത്തിയാക്കുന്ന ഒരു പോളിഷായിരുന്നു അത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ കണ്ണാടികൾ മങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം വിചാരിച്ചു, ഈ പോളിഷ് എടുത്ത് ഈ കണ്ണാടി പോളിഷ് ചെയ്ത് കളയാം എന്ന്. അങ്ങനെ ഈ പോളിഷ് എടുത്ത് ഇദ്ദേഹം കണ്ണാടി പോളിഷ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തെ വളരെ സുന്ദരനും ഊർജ്ജസ്വലനുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ കണ്ണാടിയിൽ നോക്കി. അപ്പോഴും അദ്ദേഹം വളരെ സുന്ദരനും ഊർജ്ജസ്വലനും ഉത്സാഹവുമൊക്കെയുള്ളൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബാത്റൂമിലുള്ള 2 കണ്ണാടികളും ഈ പോളിഷ് ചെയ്തു. അവിടെയും നോക്കി. അവിടെയും അദ്ദേഹത്തിന് താൻ വളരെ സുന്ദരനും ഉത്സാഹമുള്ളനും ഊർജ്ജസ്വലനുമൊക്കെ ആയിട്ട് കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് മോനിക്ക അവിടെ വന്നപ്പോൾ അവൾക്ക് ഏകദേശം 40 വയസ്സുള്ളവളായിരുന്നു. കാണാൻ സുന്ദരിയൊന്നും ആയിരുന്നില്ല. അവൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവളായിരുന്നു. അവളെ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ വളരെ സുന്ദരിയും ഊർജ്ജസ്വലതയുള്ളവരും എന്തിനും തയ്യാറുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം തൻ്റെ മുറികളിൽ വീട്ടിൽ കൂടുതൽ കണ്ണാടികൾ എല്ലായിടത്തും മേടിച്ച് വെച്ചു. എന്നിട്ട് ഈ പോളിഷ് അതിൽ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെ നോക്കിയാലും അദ്ദേഹത്തെ സുന്ദരനായിട്ടും ഊർജ്ജസ്വലതയുള്ളവനും കാര്യപ്പിടിപ്പുള്ളവനുമൊക്കെ ആയിട്ട് കാണുന്നതിനായിട്ട് സന്തോഷവാനുമൊക്കെ ആയിട്ട് കാണുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ കാമുകിയായ മോനിക്ക അവിടെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ കണ്ണാടിയിൽ നീ എന്തുമാത്രം സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ മോനിക്കയ്ക്ക് അറിയാമായിരുന്നു അവൾ അത്ര സുന്ദരിയൊന്നുമല്ല എന്ന്. ഇദ്ദേഹം പറഞ്ഞത് മോനിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അവളെയാണോ വേണ്ടത് എന്നെയാണോ വേണ്ടത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. മോനിക്കയെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറല്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കണ്ണാടികളെല്ലാം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. കാരണം മോനിക്കയ്ക്ക് അത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അതിനുശേഷം ഇദ്ദേഹം മോനിക്കയെ വിളിച്ചു വരുത്തി. മോനിക്കയെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നീ ഇപ്പോൾ സന്തോഷവതിയായില്ലേ? അവളിപ്പോൾ പോയില്ലേ? ഇപ്പോൾ നീ തന്നെയല്ലേ ഉള്ളൂ, അതിനാൽ നിനക്ക് സന്തോഷവതിയല്ലേ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ വീണ്ടും അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ കലിപൂണ്ട് അവൾ അദ്ദേഹത്തെ വിട്ടുപോവുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ മിറക്കിൾ പോളിഷ് കൊണ്ട് പോളിഷ് ചെയ്ത കണ്ണാടിയിൽ അദ്ദേഹം കണ്ടത് എന്തായിരുന്നു? തനിക്കും മോനിക്കയ്ക്കും ആയിത്തീരുവാൻ സാധിക്കുന്ന സാധ്യതകളെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ മോനിക്കയ്ക്ക് അത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ കഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു ചെറിയ കാര്യം
നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കായിത്തീരുന്നതിനായിട്ടുള്ള ഒത്തിരി സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മളായിത്തീരണം എന്നുള്ളതാണ്. അമേരിക്കൻ ചിന്തകനായ റാഫ് മേഴ്സൺ ഒരിക്കൽ എഴുതി, നമ്മിലെ കുടികൊള്ളുന്ന കാര്യങ്ങളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ പിന്നിലുള്ളവയും നമ്മുടെ മുന്നിലുള്ളവയും നിസ്സാര കാര്യങ്ങളാണ് എന്ന്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ പിന്നിലുള്ളവയെയും നമ്മുടെ മുന്നിലുള്ളവയെയും നമ്മൾ തുലനം ചെയ്യുമ്പോൾ അവ രണ്ടും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളും സങ്കടങ്ങളുമൊക്കെ ആയിരിക്കാം നമുക്കുണ്ടായിരിക്കുന്നത്. നമ്മുടെ മുന്നിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയുമില്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നമുക്കായിത്തീരുവാനായിട്ടുള്ള ഒത്തിരി സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആയിത്തീരാവുന്ന ഒരു വ്യക്തിത്വമാണ് കഥാകൃത്തും മോനിക്കായും ഈ കഥയിൽ കണ്ടത്. പക്ഷേ അതേക്കുറിച്ച് മോനിക്കായ്ക്ക് യാതൊരു ബോധ്യവുമില്ലായിരുന്നു. അവൾക്ക് സുന്ദരിയായിട്ടും ഊർജ്ജസ്വലതയായിട്ടും സന്തോഷവതിയൊക്കെ ആയിട്ട് ആയിത്തീരാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം അവൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നതിനായിട്ട്, അംഗീകരിക്കുന്നതിനായിട്ട് അവളുടെ ജീവിതത്തിൽ അവൾക്ക് സാധിക്കാതെ പോയത്. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പോരായ്മകളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ മനസ്സ് വച്ചാൽ അവയെ പലതും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഒരു സത്യവുമാണ്. ഏറെ പേരും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവം. ഒരു പോളിഷ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാവുന്നതല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് നമുക്ക് അറിയാം. എങ്കിലും നമുക്ക് തന്നെ നിരന്തരം പോളിഷ് ചെയ്ത് അത് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെയൊക്കെ വികസിപ്പിച്ച് വർദ്ധിപ്പിച്ച് നല്ല വ്യക്തിത്വത്തിൻ്റെ, നല്ല സ്വഭാവത്തിൻ്റെയൊക്കെ ഉടമകളായിട്ട് മാറുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു നമ്മെ നയിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമ്മെ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിരുന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും സംരക്ഷണം നമുക്ക് ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനകേന്ദ്രത്തെയും ഈ ചാനലിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നും ഒഴിവാക്കരുതേ എന്ന് പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ധ്യാനകേന്ദ്രത്തിലൂടെയും ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും അറിയപ്പെടുന്നതിന്, ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നതിന്, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസമക്ഷം പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്.
ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം. പ്രാർത്ഥനാമുറി വൃത്തിയാക്കി പ്രാർത്ഥിക്കുവാനായൊരുങ്ങാം. പ്രാർത്ഥനാമുറി വൃത്തിയാക്കി പ്രാർത്ഥിക്കുവാനായൊരുങ്ങാം. പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടിവരും. പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടിവരും. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോദൻ കുഞ്ഞുങ്ങളാകാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോദൻ കുഞ്ഞുങ്ങളാകാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ദൈവം സംരക്ഷണം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.